I welcome all to the new video of CDS Dravidian. So guys, I came with the new subject, the English. സോ നമുക്കറിയാം ഇംഗ്ലീഷിനാണ് ഏറ്റവും കൂടുതലും മാർക്സ് കിട്ടുന്നൊരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്, CDSE മാത്രമുള്ള. അപ്പം ഇതിന് 120 ക്വസ്റ്റ്യനാണുള്ളത്. ആ 120 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് 100 മാർക്ക് സ്കോർ ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 0.83 ആണ് ഇതിൻ്റെ പെർ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ പ്ലസ്, 0.27 ആണ് ഇതിന് നെഗറ്റിവിറ്റി മാർക്ക് കിട്ടുന്നത് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് പെർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 0.83 ആയിരിക്കും. അപ്പം ഇതിൽ നിന്ന് കിട്ടുന്ന ടൈമാണ് 2 hours കിട്ടുന്നത്. ഇപ്പം ഈ കാണുന്ന ബുക്കിലെട്ട് ഇത് 2015 അപ്പം അത് അന്ന് ഇതിന് 100 മാർക്കായിരുന്നു. പക്ഷേ ഇപ്പം 120 മാർക്കിനാണ് നമ്മുടെ CDSൻ്റെ ഇംഗ്ലീഷിൻ്റെ സെറ്റ് വരുന്നത്. നമുക്കൊന്ന് അനലൈസ് ചെയ്യുമ്പം ഞാനിപ്പം 2015 എടുക്കാൻ കാരണം ഇത് 2015 ഫസ്റ്റ് എക്സാമാണിത്. അപ്പോൾ നമുക്കറിയാം CDS എല്ലാ വർഷവും 2 ഭാഷ നടക്കുന്നത്. ഒന്ന് ഏപ്രിലുണ്ട്, പിന്നെ വേറൊന്നും സെപ്റ്റംബറിലുണ്ട്. അപ്പം 2 hours ആണ് ഇയർ എല്ലാ വർഷവും CDS എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു ജസ്റ്റ് നമ്മൾ ഈ എക്സാം ഒന്ന് അനലൈസ് ചെയ്യുമ്പം ഇതിൻ്റെ പാറ്റേൺ എപ്പോഴും സെയിം ആയിരിക്കും, പാറ്റേൺ എക്സാമിൻ്റെ. പക്ഷേ ഈ 2025 ആദ്യത്തെ എക്സാം ഈ കഴിഞ്ഞ 10 വർഷത്തെ മൊത്തം പാറ്റേണും ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ട സ്പോട്ടിംഗ് ഇയറാണ് ഇതിൻ്റെ ഫസ്റ്റ് ടോപ്പിക്ക്. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം എങ്ങനെയായിരുന്നു ഈ 2025 ഫസ്റ്റ് എക്സാമിൻ്റെ മുമ്പുള്ള പേപ്പർ എങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വരുന്നതാണ് സ്പോട്ടിംഗ് എറർ പറഞ്ഞത്. നമുക്ക് ഈ കാണിക്കുന്ന സെൻറ്റൻസിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു കുഴപ്പം കാണും. വി കോൾഡ് ആസ് എറർ. സോ എനി ടൈപ്പ് ഓഫ് എറർ ഇഫ് യു ഫൈൻഡ് യു ക്യാൻ മാർക്ക് എനി ഓഫ് ദ ഓപ്ഷൻ. ഇഫ് യു ഡോണ്ട് ഹാവ് എനി എറർ സോ യു ക്യാൻ മാർക്ക് ഓപ്ഷൻ ഡി. അപ്പം ഇതാണ് ഫസ്റ്റ്. അപ്പോൾ ഇതിനൊരു നമുക്കറിയാം നിങ്ങളിപ്പം ഈ മൊത്തം നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു ഇതിപ്പം എത്ര ക്വസ്റ്റ്യൻ കാണും? 20 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു 20 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു 16 മാർക്ക് കിട്ടും. അങ്ങനെ ഇത് സ്കീം വരുന്നത്. നിങ്ങളൊരു 20 ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ആ 20 ക്വസ്റ്റ്യൻ മൊത്തം റൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്കൊരു 16 മാർക്ക് കിട്ടും. പക്ഷേ 0.83 ആണ് ഇതിൻ്റെ റേഷ്യോ വരുന്നത് അങ്ങനെ. പക്ഷേ ഇപ്പോഴത്തുള്ള എക്സാമിന് CDSൻ്റെ എക്സാമിന് ഇപ്പം സ്പോട്ടിംഗ് ഇയർ കൂടുതലും 10 ക്വസ്റ്റ്യൻ മാക്സിമം വരുന്നത്. അതിൽ കൂടുതൽ കൊടുത്തില്ല. ഇത് പഴയ പേപ്പർ കണ്ട അവർ 20 വരെ കുറച്ച് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒന്ന് സ്പോട്ടിംഗ് ഇയർ. സെക്കൻഡാണ് സിനോണിയം എന്ന് പറയും. സിനോണിയം ആൻഡ് ആൻറ്റോണിയം. സിനോണിയം എന്ന് അർത്ഥം വെച്ചാൽ സെയിം മീനിങ്. അപ്പം നിങ്ങൾക്കറിയാം കണ്ടില്ലേ മോട്ടിവേഷൻ. അപ്പം മോട്ടിവേഷൻ അപ്പോൾ അതെന്തുവാ, അതും ഒരു അപ്പം നമ്മൾക്ക് നോക്കേണ്ട വെച്ചാൽ മോട്ടിവേഷൻ്റെ സെയിം മീനിങ് എന്തുവാ വരുന്നത്, മനസ്സിലായില്ലേ? അതുപോലെ ഹോസ്റ്റിലിറ്റി. അപ്പം ഇതിൻ്റെ ഓരോരോ വേർഡിൻ്റെയും ഓരോരോ മീനിങ് നമുക്ക് നോക്കണ്ട. അപ്പം സിനോണിയം വെച്ചാൽ അതിൻ്റെ പ്രോപ്പർ മീനിങ്ങാണ്. പിന്നെ അടുത്ത വിധമാണ് ആൻറ്റോണിയം എന്ന് പറയും. അപ്പം ആൻറ്റോണിയം വെച്ചാൽ നമുക്കറിയാം അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ്, മനസ്സിലായില്ലേ? ഇപ്പം ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഫോർബിഡ്. അപ്പം ഇതിൻ്റെ അർത്ഥം വെച്ചാൽ നമ്മൾ എന്തെങ്കിലും നമ്മൾ അവോയ്ഡ് ചെയ്യുവാണ്. ഇപ്പം ഞാൻ പറയുക ഇതിൻ്റെ ഈ ഫോർബിഡിൻ്റെ വേറൊരു വേർഡും ഉണ്ട്. നമ്മൾ ഫോർബിയർ എന്ന് പറയും, ഫോർബിയറൻസ് എന്ന് പറയും. അർത്ഥം വെച്ചാൽ അതിൻ്റെ ഞാൻ അവോയ്ഡ് ചെയ്യുവാണ്. പക്ഷേ ഇത് ഫോർബിഡ് വെച്ചാൽ നമ്മൾ വേണ്ട, നമ്മൾ റിഫ്യൂസ് ചെയ്യുക. അപ്പം നമുക്കിവിടെ നോക്കേണ്ടത് ആൻറ്റോണിയമാണ്. അപ്പം ഇതിൽ കാണിക്കുന്ന ഓപ്ഷൻ സി അതിൻ്റെ സെയിം മീനിങ് ആണ്. നമുക്ക് നമ്മൾ അവോയ്ഡ് ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തുവാണ്? അലോ. ഓപ്ഷൻ ബി ഫോർബിഡിൻ്റെ. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് സിനോണിയം വെച്ചാൽ സെയിം, ആൻറ്റോണിയം വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് സ്പോട്ടിംഗ് എററായി, സെക്കൻഡ് നമ്മുടെ സിനോണിയം, പിന്നെ ആൻറ്റോണിയം. പിന്നെയാണ് ഫോർത്ത് വരെയാണ് നമ്മുടെ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴത്തെ എക്സാമിൽ ഇതൊന്നും കാണാറില്ല. ഇപ്പം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്നും നമുക്ക് നമുക്ക് വേർഡ് നിങ്ങൾക്ക് ഏതാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാൻ പറ്റും. ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ തന്നെയാണ്. വെച്ചാൽ ഇത്രയും പേഴ്സൺ ഹൂം അബ്സ്റ്റെയിൻ ഫ്രം ആൽക്കഹോളിക് ഡ്രിങ്ക്സ്. അപ്പം ഇവിടെ ഈ പോർഷൻ നിങ്ങൾക്ക് കവറപ്പ് ചെയ്യാനുള്ള ഏത് വേർഡ് നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾക്ക് ഫില്ലപ്പ് ചെയ്യാൻ പറ്റും ഇവിടെ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പം ഇങ്ങനത്തെ വേർഡ് കാണാറില്ല. അതുകൊണ്ട് അവരിപ്പം കൂടുതൽ 5 ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ളൂ, 36 തൊട്ട് 40 വരെ ഉള്ളൂ. പിന്നെ വരെയാണ് 5th വരെയാണ് സെൻറ്റൻസ് ഇമ്പ്രൂവ്മെൻറ്റ്. അതിപ്പോഴും വരാറുണ്ട് ഈ ടൈപ്പ്. കണ്ടില്ലേ? വി നീഡ് ഹോണസ്റ്റ് വർക്കേഴ്സ്, നോട്ട് പീപ്പിൾ ഓഫ്
റീഡൗട്ടബിൾ ഇൻറ്റഗ്രിറ്റി. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഈ ഓപ്ഷൻ കാണിക്കുന്ന ABC നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വെക്കാനുള്ളത് ആ വേർഡ് നിങ്ങൾക്ക് അവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ആ വേർഡ് ഓക്കെയാണ്, റീഡൗട്ടബിൾ. അപ്പം ആ വേർഡ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ D മാർക്ക് ചെയ്യാം, നോ ഇമ്പ്രൂവ്മെൻറ്റ് പറഞ്ഞു. വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല അത് മാറ്റണമെന്ന്. അതുകൊണ്ട് പിന്നെ കണ്ടില്ലേ ഇവിടെ, ഇഫ് ഐ വെയർ യു ഐ വുഡ് ഡു ഇറ്റ് അറ്റ് വൺസ്. പക്ഷേ ഈ 44 ക്വസ്റ്റ്യൻ്റെ ആൻസർ ശരിക്കും പറഞ്ഞാൽ D വരുന്നത്. അപ്പം ഞാൻ ഇത് ഇങ്ങനെ സോൾവ് ചെയ്യാൻ കാരണം വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം. എങ്ങനെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ട എങ്ങനെ രീതി ഞാൻ പറഞ്ഞുതരാം പിന്നെ. അപ്പോൾ ഒന്നിതാണ്. പിന്നെ വരുന്നതാണ് നമ്മുടെ ജംബിൾ വേർഡ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ജംബിൾ സെൻറ്റൻസ് എന്ന് പറയും. നമുക്ക് ഈ കാണിക്കുന്ന എല്ലാ വേർഡും അത് ജംബിളാണ്. നമുക്കത് പ്രോപ്പറായിട്ട് നമുക്കത് അറിയേണ്ടി വരും. ഇതും അങ്ങനെയാണ്, ഇതെല്ലാം അങ്ങനെയാണ്. ഇതിപ്പം ഒരു എത്ര പോകും, 67 വരെ പോയിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഈ സെലക്ടിങ് വേർഡ്സ് അതിപ്പം വരാറില്ല, അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ കണ്ടില്ലേ നിങ്ങൾ ഈ പാസേജ്, ഇതിപ്പം കൂടുതലും കാണാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ വേറൊരു സംഭവമുണ്ട്, അതിന് പറഞ്ഞ പേരാണ് നമ്മൾ ക്ലോസ് ടെസ്റ്റ് എന്ന് പറയും, ക്ലോസ് ടെസ്റ്റ്. അപ്പം അതിൻ്റെ ഒരു വേറൊരു അപ്ഗ്രേഡ് വെർഷനാണ് ഈ കാണിക്കുന്ന പാസേജിൻ്റെ 68, 69 ഈ പോകുന്നതെല്ലാം. അതാകുമ്പോൾ പിന്നെ നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല. പിന്നെ വരുന്നത് റീഡിങ് കോമ്പിനേഷൻ വരുന്നത് വെച്ചാൽ നമ്മുടെ അത് തന്നെ നമ്മൾ വായിക്കുക, ഒരു സ്റ്റോറി വായിക്കുക, നമ്മൾ ജസ്റ്റ് അത് മാർക്ക് ചെയ്യുക, അതിൽ പെടുന്നതെല്ലാം നമ്മൾ മാർക്ക് ചെയ്യുക. പക്ഷേ ഇപ്പോഴത്തെ സ്റ്റഡീസിൻ്റെ എക്സാമിൻ്റെ ഒരു പാസേജ് വെച്ചാൽ ഒരു ഫുൾ പേപ്പർ കവറപ്പ് ചെയ്യും. അത്രയും വലിയ പാസേജ് നമ്മൾ വായിച്ച് നമുക്ക് കഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾക്ക് റീഡിങ് ഹാബിറ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര നല്ലതായിരിക്കും. എന്നും മാക്സിമം നിങ്ങളൊരു മോക്ക് കൊടുക്കുന്നത് നല്ലതാണ്. പാസേജ് മാത്രമുള്ള മോക്കിനുള്ള പാസേജ് എന്നും വായിക്കാൻ നോക്കുക, സോൾവ് ചെയ്ത് നോക്കുക, അല്ലാതെ വേറൊരു മാർഗ്ഗം. ഓക്കെ, നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്യുമ്പം 2020 നോക്കുകയാണെങ്കിൽ തന്നെ പാസേജും സ്പോട്ടിംഗ് ഇററും പിന്നെ ഓർഡറിങ് ഓഫ് വേർഡ്സ്, ഇഡിയം ആൻഡ് ഫ്രേസ്, പിന്നെ ഓർഡറിങ് ഓഫ് സെൻറ്റൻസ്, ഫിൽ ദ ബ്ലാങ്ക്സ്, സിനോണിയം, ആൻറ്റോണിയം, പാർട്ട് ഓഫ് സ്പീച്ച്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, പിന്നെ റിപ്പോർട്ടഡ് സ്പീച്ചാണ് ഇത് ചോദിച്ചത്. അപ്പം 2020 നോക്കുകയാണെങ്കിൽ ഇതിൽ കൂടുതലും എല്ലാം ക്വസ്റ്റ്യൻ അവർ കവറപ്പ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ പാസേജ് ആണെങ്കിൽ 10 ക്വസ്റ്റ്യൻ, സ്പോട്ടിംഗ് ആണെങ്കിൽ 5 ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാം ക്വസ്റ്റ്യൻ അവർ ഇത് കുറച്ച് റീഡിങ് കുറവാണ്, പക്ഷേ ക്വസ്റ്റ്യൻ കൂടുതലാണ്, എല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പം 2025 നോക്കുകയാണെങ്കിൽ അതിൽ ഒരു 25 നോക്കുകയാണെങ്കിൽ കൂടുതലും ക്വസ്റ്റ്യൻസ് കുറവാണ്. എല്ലാത്തിനും അവർ കവറപ്പ് ചെയ്യാൻ പറ്റില്ല അവർക്ക്. പക്ഷേ കവറപ്പ് ചെയ്ത എല്ലാം ക്വസ്റ്റ്യൻ കുറച്ച് ലെന്തിയുമാണ്, അത് മെയിൻ പ്രശ്നമുണ്ട്. കണ്ടില്ലേ, ഇതിൽ കാണുന്ന കണ്ടില്ലേ, നമ്മൾ 2025 നോക്കുകയാണെങ്കിൽ പാസേജ്, സ്പോട്ടിംഗ് ഇറർ, ഓർഡറിങ് ഓഫ് സെൻറ്റൻസ്, ഇഡിയം ആൻഡ് ഫ്രേസ്. പക്ഷേ ഇത് പുതിയെന്ന് വെച്ചാൽ ഫോറിൻ വേർഡ്സ് ആണ്. ഒന്ന് ഫോറിൻ വേർഡ്സ്, പാരാജംബ്ലിങ്, പിന്നെ S1ഉം S6ഉം. സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഉണ്ട്, പക്ഷേ ഓക്കെ എന്ന് പറയാം നമുക്ക്. പിന്നെ ആൻറ്റോണിയം, സിനോണിയം കുറച്ച് അവരുടെ പവർ പണ്ടത്തെ കാട്ടി കമ്പയർ ചെയ്യുമ്പം കുറച്ച് ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. നേരത്തെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുക ഒരു പതിവില്ല, ജസ്റ്റ് 1-2 വന്നെങ്കിൽ വന്ന്, അതിൽ കൂടുതലില്ല. പക്ഷേ ഞാൻ നിങ്ങൾക്ക് മാക്സിമം ഞാൻ ഈ അപ്കമിങ് വീഡിയോസ് ഞാൻ കുറച്ച് കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനിപ്പം സ്പോട്ടിംഗ് ഇററും അതുപോലെ ഇഡിയം ആൻഡ് ഫ്രേസ്. അപ്പോൾ ഞാൻ ഇനി വരാൻ പോകുന്ന വീഡിയോയിൽ ഞാൻ പ്രത്യേകം ഒരു പാർട്ട് ഓഫ് സ്പീച്ചും പിന്നെ S1ഉം S6ഉം ചെയ്യാൻ പോകുന്നുണ്ട്. അതുപോലെ ഫിൽ ദ ബ്ലാങ്ക്സിൻ്റെയും പ്രത്യേകം വീഡിയോ കൊണ്ടുവരും. അപ്പോൾ നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ട രീതി എങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. ആൻഡ് സീ യു നെക്സ്റ്റ് വീഡിയോ.